ये बौद्ध कल्चर, ये इस्लामिक कल्चर, ये हिंदू. അപ്പം ഇദ്ദേഹം ഇത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഏറ്റവും ആദ്യം കാണുന്ന ഒരു ജനൽ പോലെയുള്ള അത് ബൗദ്ധ കൾച്ചറും അതിൻ്റെ അടുത്ത ഇതിൽ കാണുന്ന ഇസ്ലാമിക് കൾച്ചറും മുകളിലായിട്ട് കാണുന്ന ഹിന്ദു കൾച്ചറും അങ്ങനെ മൂന്ന് മതങ്ങളുടെയും മൂന്ന് മതങ്ങളുടെയും ഇതിഹാസം ഇവിടെ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മൂന്ന് മതങ്ങൾ, അതായത് ഇസ്ലാമിക് കൾച്ചറിൻ്റെയും ബുദ്ധ കൾച്ചറിൻ്റെയും അതുപോലെ ഹിന്ദു കൾച്ചറിൻ്റെയും കൂടെ ഒരു സമ്മിശ്ര രൂപമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊന്നും നമ്മൾ വേറെ ഒരിടത്തും വായിച്ചിട്ടില്ലാത്ത സംഗതിയാണ്. ഇദ്ദേഹം ഇവിടുത്തെ പൂജാരി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. കിരീടേശ്വരി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേവിയുടെ സതീദേവിയുടെ കിരീടഭാഗം പതിച്ചത്, അതുപോലെ തന്നെ കിരീടഭാഗം എന്ന് പറയുന്നു, അതുപോലെ സ്കള്ള ദേവിയുടെ തലയോട്ടിയും കിരീടം കൂടിയുള്ള ഭാഗം പതിച്ചത്, അങ്ങനെ പല രീതിയിലുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശക്തിയുടെ ശരീരഭാഗം അല്ലെങ്കിൽ ശക്തിയുടെ ആഭരണങ്ങളോ ഒക്കെ പതിച്ച സ്ഥലമാണ് ശക്തിപീഠങ്ങളെന്നറിയപ്പെടുന്നത്. അതിൻ്റേതായിട്ടുള്ള ശക്തിയും പ്രാധാന്യവും ദൈവിക ചൈതന്യവും ഒക്കെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പൂജാരി ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതികളെക്കുറിച്ചിട്ടൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു. അതിനകത്തൊക്കെ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്നറിയത്തില്ല. ബൗദ്ധ ധർമ്മത്തിൻ്റെയും ഇസ്ലാമിക ധർമ്മത്തിൻ്റെയും ഹിന്ദു ധർമ്മത്തിൻ്റെയും ഒക്കെ ഒരു മിശ്രിതമായിട്ടാണ് ഈ മുന്നിൽ കാണുന്ന ആ മെയിൻ ക്ഷേത്രത്തിൻ്റെ മകുടത്തിൻ്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മകുടത്തിൻ്റെ കാര്യവും പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൻ്റെ അകത്തെ ആ ഒരു ശ്രീകോവിൽ, അതായത് ഗർഭഗൃഹത്തിൻ്റെ അവിടെ നമ്മൾ കണ്ട ആ ഒരു ചിത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേങ്കിൽ ഇവിടെ ഇതൊക്കെ എത്രമാത്രം ഇതിനകത്തെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇദ്ദേഹം എങ്ങനെയാണ് ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള അറിവുകൾ കിട്ടിയതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഇതാണ് പറഞ്ഞത്, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മകുടം 3 ശൈലി, അതായത് പക്കോട ശൈലി, ഹിന്ദു പക്കോട ശൈലിയും ഇസ്ലാമിക ശൈലിയും അതുപോലെ ബൗദ്ധിക ശൈലിയും എല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ മകുടം പണിതിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനകത്ത് എത്രമാത്രം ബുദ്ധമതത്തിൻ്റെയൊക്കെ സ്വാധീനം നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. അപ്പം എന്താണല്ലോ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ അതേപടി പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രധാന ക്ഷേത്രത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം പറഞ്ഞത് 300 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. 300 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. എന്നിട്ട് ഈ കാണുന്ന ക്ഷേത്രത്തിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇത് വെറും 35 വർഷം മാത്രം പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ്. അപ്പോൾ ഇവിടെ ക്ഷേത്രം എത്ര വർഷം പഴക്കം ഉണ്ട് എന്നുള്ളതിനൊന്നുമല്ല പ്രാധാന്യം, ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ദേവിക്കാണ് പ്രാധാന്യം. സതീദേവിയുടെ ശക്തിപീഠം പതിച്ച, സതീദേവിയുടെ ശരീരഭാഗം പതിച്ച ഈ ചുറ്റുവട്ടത്ത് എത്ര ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ആ ക്ഷേത്രങ്ങൾക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട സംഗതി, ഞാൻ മനസ്സിലാക്കാൻ പറ്റിയൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ ശക്തിപീഠം എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ക്ഷേത്രത്തിനെ കഴിഞ്ഞും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ സതിയുടെ ശരീരഭാഗം പതിച്ച ആ പ്രദേശം മുഴുവൻ കൂടിയാണ് ശക്തിപീഠം എന്നറിയപ്പെടുന്നത്. അല്ലാതെ സതീദേവിയുടെ ശരീരം ആ പർട്ടിക്കുലർ ഭാഗം മാത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആയിരിക്കുകയില്ല ശക്തിപീഠം എന്ന് പറയുന്നത്. നമുക്ക് കാണാനായിട്ട് സാധിക്കും പല ക്ഷേത്രങ്ങളിലും ശക്തിപീഠത്തിനോട് അനുബന്ധിച്ച് മറ്റു പല ക്ഷേത്രങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദേവീക്ഷേത്രം അല്ലാതെ ഉള്ള ക്ഷേത്രങ്ങളും നമുക്ക് ശക്തിപീഠത്തിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ശക്തിപീഠത്തിൽ പല ആധ്യാത്മിക ആചാര്യന്മാരും സിദ്ധന്മാരും ഒക്കെ ഈ ശക്തിപീഠത്തിനോട് ചേർന്ന് നമുക്ക് അവരുടെ കഥകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ 14ാമത്തെ ശക്തിപീഠ ദർശനം, നലഹതേശ്വരി ശക്തിപീഠ ദർശനം കഴിഞ്ഞിട്ട് അടുത്ത് ഇവിടുന്ന് വെസ്റ്റ് ബംഗാളിൽ തന്നെയുള്ള കിരീടേശ്വരി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നലഹതേശ്വരി ശക്തിപീഠത്തിലാണ് നമ്മൾ ഏറ്റവും കുറച്ച് ദിവസം നിന്നത്. ഒരു രാത്രി മാത്രമേ നമ്മളിവിടെ നിന്നുള്ളൂ. അപ്പം നമ്മളിവിടെ നിന്ന് അടുത്തത് കിരീടേശ്വരി ശക്തിപീഠ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അത് ഈ മുർഷിദാബാദ് ജില്ലയിലാണുള്ളത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ നലഹതി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഒരു ഇലക്ട്രിക് റിക്ഷയ്ക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ നലഹതി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഇനി അടുത്ത് പോകുന്നത് കിരീടേശ്വരി ശക്തിപീഠ ക്ഷേത്രത്തിലേക്കാണ്. ഈ കിരീടേശ്വരി ശക്തിപീഠ ക്ഷേത്രം മുർഷിദാബാദിനടുത്താണുള്ളത്. മുർഷിദാബാദിനടുത്തുള്ള അസീംഗഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് ഇവിടുന്ന് ട്രെയിനിന് പോകാനുള്ളത്. ട്രെയിൻ ടിക്കറ്റ് നമ്മൾ ഇന്നലെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നലഹതിയിൽ നിന്ന് അസീംഗഞ്ച് വരെയുള്ള പോകാനായിട്ടുള്ള ട്രെയിൻ എത്തിയിരിക്കുകയാണ്. 1 മണിക്കൂർ ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ അസീംഗഞ്ച് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അസീംഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ സാമാന്യം വലുപ്പമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇത് ഈ മുർഷിദാബാദിനടുത്തുള്ള ഒരു സ്റ്റേഷനാണ്. നമുക്ക് ഈ അസീംഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ, റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഒരു ഈ റിക്ഷ കിട്ടി. ഈ റിക്ഷയ്ക്ക് നമ്മൾ 150 രൂപയാണ് പറഞ്ഞിരിക്കുന്നത് കിരീടേശ്വരി ക്ഷേത്രം വരെ. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ശക്തിപീഠ ക്ഷേത്രം കിരീടേശ്വരി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ മുന്നോട്ട് വന്നു. ഇങ്ങനെ ഒരു ഗ്രാമമാണ്, ഒരു ഗ്രാമപ്രദേശത്തു കൂടിയാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ കുളങ്ങളൊക്കെ കാണാം. ഇതൊക്കെ ഈ മീൻ വളർത്തുന്ന കുളങ്ങളാണ്. തീർത്തും ഗ്രാമപ്രദേശമാണ്. നമ്മൾ സ്ഥലം ഓർത്തപ്പോൾ ആദ്യം കുറച്ച് ടൗണായിരിക്കും ഓർത്തത്.
ഇത് ഗ്രാമപ്രദേശത്തൂടാണ് വണ്ടി പോകുന്നത്. ഏകദേശം ഇനി ഒരു 4 കിലോമീറ്ററും കൂടെ ഉണ്ട് നമുക്ക് ഈ കിരീടേശ്വരി ക്ഷേത്രത്തിലേക്ക്. ശരിക്കും ഗ്രാമപ്രദേശമാണ്, ഉൾഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. പശ്ചിമ ബംഗാളിൻ്റെ ഉൾഗ്രാമങ്ങളാണ്. ഇത് നെൽകൃഷിയാണ് ഇവിടെ കാണുന്നത്. കുറച്ചപ്പുറമായിട്ട് ഈ എള്ളിൻ്റെ കൃഷി കണ്ടായിരുന്നു. ഇത് കണ്ട് നല്ല തീരെ ഗ്രാമപ്രദേശമാണ്, ജനവാസവും തീരെ കുറവാണ്. ഗ്രാമങ്ങളാണെങ്കിലും അങ്ങനെ തിങ്ങിയ ആൾക്കാർ താമസിക്കുന്ന ആ ഒരു ഏരിയ അല്ലെന്ന് തോന്നുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ കിരീടേശ്വരി ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇത് വളരെ ചെറിയൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പം നമുക്ക് മിക്കവാറും ഇന്ന് തന്നെ ഇവിടുന്ന് തിരിച്ചു പോകേണ്ടി വരും. അത്യാവശ്യം കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട്. നമുക്കിവിടെ വേറെ ഹോട്ടലുകളോ ലോഡ്ജുകളോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഇവിടെ ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ടൊന്നും വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ഭക്ഷണം കഴിക്കണേ ഇവിടുന്ന് മുർഷിദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ ദൂരെ ആയിട്ട് പോകണം. അപ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്, നമുക്കിവിടെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഒരു ദിവസമെങ്കിലും നിൽക്കുന്നതായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിൽക്കാനായിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു പൂജാരി തന്നെയാണെന്ന് തോന്നുന്നു. അദ്ദേഹം നിൽക്കാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ ഇവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഭക്ഷണത്തിനുള്ള കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഓരോ ശക്തിപീഠങ്ങളിൽ നമ്മൾ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും നിന്ന് വൈകുന്നേരം ചെറിയ തോതിലുള്ള ജപങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ടായിരുന്നു. അതിനുള്ള സാഹചര്യം ഉണ്ടാകുവാണെങ്കിൽ നമുക്കിവിടെ നിൽക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസാണ്. ഇവിടെ നമ്മളെ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. AC റൂമുണ്ട്, നോൺ AC ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് കിരീടേശ്വര ക്ഷേത്രത്തിന് സമീപം ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻ്ററാണ്. ഇവിടെ താമസിക്കാനുള്ള സൗകര്യം കിട്ടിയിരിക്കുകയാണ്. ഇത് നല്ല വലുപ്പമുള്ള മുറിയാണ്. 1000 രൂപയാണ് പറഞ്ഞത്. നമ്മളത് പറഞ്ഞ് 800 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള മുറിയാണ്. അങ്ങനെ ഒരു 4:30 മണിയായപ്പോഴത്തേനും നമ്മൾ നമ്മുടെ കിരീടേശ്വര ദേവി ക്ഷേത്രത്തിലേക്ക്, ശക്തിപീഠ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് പോവുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് റൂം കിട്ടിയത്. ഇവിടെ നമുക്ക് രാവിലെ ആ റൂമൊക്കെ ശരിയാക്കി തന്ന അദ്ദേഹം തന്നെ നമുക്ക് ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേര് പ്രളയ് ഗാംഗുലി എന്നാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളെല്ലാം ഓരോന്നോരോന്നായിട്ട് കാണിച്ച് തരാമെന്നാണ് പറഞ്ഞത്. 51 फीट का एक पीठ है। मुर्शिदाबाद के लिए एक ही था 51 फीट। ये यहाँ से गिरा था, करटी गिरा था, करटी किरीट क्राउन गिरा था। इधर शक्ति के साथ भैरव का मंदिर भी है ना? भैरव का नाम क्या है? संगबर्त। നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി എളുപ്പമുണ്ട്. നമ്മൾ തന്നെ വായിച്ചൊക്കെ പഠിക്കുന്നതിലും ആരെങ്കിലും ഇവിടുന്ന് അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇവിടുത്തെ ഭൈരവൻ്റെ ക്ഷേത്രം. ഇതാണ് നമുക്കറിയാം. ശക്തിപീഠത്തിൻ്റെ എല്ലാ ശക്തിപീഠത്തിനോടും ചേർന്ന് തന്നെ ഭൈരവ ക്ഷേത്രങ്ങളുണ്ട്. ഇതാണ് ഭൈരവ ക്ഷേത്രം. ഇതാണ് ഭൈരവ ക്ഷേത്രം. ഇത് പക്ഷെങ്കിൽ ഇപ്പോഴേ അടഞ്ഞു കിടക്കുന്ന രീതിയിലാണ് ക്ഷേത്രം കാണുന്നത്. ഇതിനകത്ത് പൂജയും കാര്യങ്ങളും ഒന്നും നടക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇവിടെ ഇദ്ദേഹം പറയുന്നത് നേരത്തെ ഇവിടെ 107 ശിവക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതാണ് പറയുന്നത്. ഇപ്പോഴിവിടെ ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ശിവക്ഷേത്രങ്ങളാണ്. ഇപ്പം നിലവിലിപ്പം ഇത്ര ഈ കാണുന്ന ക്ഷേത്രങ്ങളോട് കോൺസാ മന്ദിർ, ശിവ മന്ദിർ. ഇവിടെ കുറേ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ കാണാം നമുക്കിവിടെയൊക്കെ. എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും ഒന്നും പൂജകളില്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ പല ക്ഷേത്രങ്ങളും തകർന്ന നിലയിലുള്ള പല ക്ഷേത്രങ്ങളുമുണ്ട്. ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞതാണ് ഇവിടെ 107 ശിവമന്ദിരങ്ങളുണ്ടെന്ന് പറഞ്ഞാണ്. ഇത് കണ്ടത് ഇങ്ങനെ ഈ ക്ഷേത്രങ്ങളൊക്കെ പല ക്ഷേത്രങ്ങളും ഇങ്ങനെ തകർന്ന് പോയ രീതിയിലൊക്കെ പല ക്ഷേത്രങ്ങളെ കാണും. ഇവിടെ ശിവഭഗവാന്റെ ഒരു പടം, ഏറ്റവും പുറകിലായിട്ടൊരു പടം കാണാം. ഇവിടെ ഇങ്ങനൊരു ശിവക്ഷേത്രമുണ്ട്. ഇവിടെ പൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ ഇതുകൊണ്ട് ഈ മരത്തിൻ്റെ താഴെയായിട്ട് ഈ രീതിയിലൊരു ക്ഷേത്രമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ പ്രധാന പൂജാരിയാണ്. നാം ക്യാ ഹൈ ആപ്കാ? ദിലീപ് കുമാർ ഭട്ടാചാര്യ. ദിലീപ് കുമാർ ഭട്ടാചാര്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ये जो शिला है ना, ये सती का अंग है। सदी का अंग है।
ये शक्तिपीठ है। ये കിരീട് है ना इधर. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇവിടെ നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്നത് ഇവിടെ കിരീടമാണ് വീണതെന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഇതിങ്ങനെ കഥകൾ ഇങ്ങനെ പല രീതിയിൽ വന്നതാണ്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ പൂജാരി പറയുന്നത് ഇവിടെ സതീദേവിയുടെ സ്കള്ള്, അതായത് തലയോട്ടിയുടെ ഭാഗമാണ് വീണതെന്നാണ് പറയുന്നത്. കള്ളിന് സംസ്കൃതത്തിൽ കരോടി എന്നാണ് പറയുന്നത്. ആ കരോടി എന്നുള്ള ഇതിൽ നിന്നാണ് കിരീടീശ്വരി എന്ന് പേര് വന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്രം 300 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ ഇതിനോട് ചേർന്നതിന് വേറെ ഒരു ക്ഷേത്രമുണ്ട്, 35 വർഷം മാത്രം പഴക്കമേ ഉള്ളൂ. 300 years. ये बौद्ध कल्चर, ये इस्लामिक कल्चर, ये हिंदू. അപ്പം ഇദ്ദേഹം ഇത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഏറ്റവും ആദ്യം കാണുന്ന ഒരു ജനൽ പോലെയുള്ള അത് ബൗദ്ധ കൾച്ചറും അതിൻ്റെ അടുത്ത ഇതിൽ കാണുന്ന ഇസ്ലാമിക് കൾച്ചറും മുകളിലായിട്ട് കാണുന്ന ഹിന്ദു കൾച്ചറും, അങ്ങനെ 3 മതങ്ങളുടെയും മൂന്ന് മതങ്ങളുടെയും ഇതിഹാസം ഇവിടെ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. 3 മതങ്ങൾ, അതായത് ഇസ്ലാമിക് കൾച്ചറിൻ്റെയും ബുദ്ധ കൾച്ചറിൻ്റെയും അതുപോലെ ഹിന്ദു കൾച്ചറിൻ്റെയും കൂടെ ഒരു സമ്മിശ്ര രൂപമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊന്നും നമ്മൾ വേറൊരിടത്തും വായിച്ചിട്ടില്ലാത്ത സംഗതിയാണ്. ഇദ്ദേഹം ഇവിടുത്തെ പൂജാരി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. ऐसा मतलब चारों चाल हिंदू है, जो डूम वाला है वो इस्लाम है, और जो अग्रभाग है वो बुद्धिस्ट है, इनको बोलते पैगोडा. ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഇതിൻ്റെ വെളിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മകുടങ്ങളൊക്കെ അതുപോലെ ഈ വെളിയിൽ നിന്ന് നമ്മൾ നോക്കിയാലും ഇവിടെ ഹിന്ദു ബൗദ്ധ ഇസ്ലാമിക ധർമ്മങ്ങളുടെ ഒരു സമ്മിശ്ര രീതിയിലാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്കിതുവരെ അറിയത്തില്ലായിരുന്ന അറിവുകളൊക്കെയാണ് ഇത്. അപ്പം यही है माता जी के असली मूर्ति का पिक्चर है. ഇദ്ദേഹം പറയുന്നത് ഇത് അമ്മയുടെ ശരിക്കുള്ള വിഗ്രഹം ഇതാണ്. ഇത് ഇവിടെ साल में 4 दिन यहाँ निकलता है. साल में 4 दिन. ഇത് വർഷത്തിൽ 4 പ്രാവശ്യം 4 തവണ മാത്രമേ ഇത് ഇവിടെ കൊണ്ടുവരുള്ളൂ. കോൺ മഹീന മേ ആതാ ഹൈ? उस महीना का मंगलवार. ഇതൊരു ബുദ്ധിസ്റ്റിക് സ്റ്റൈലാണ് ഇതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗർഭഗൃഹത്തിനുള്ളിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മളിവിടെ രണ്ടാമത് വേറെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ ക്ഷേത്രത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. आपका नाम? शुभंकर चक्रवर्ती. शुभंकर चक्रवर्ती. किरीट का मतलब होता है मकुट सह कपाल. അപ്പോൾ ഇത് അമാവാസി ദിവസം ഇത് മാറ്റും. ഇത് ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു സംഗതി മാറ്റിയിട്ട് ഇതിൻ്റെ അടിയിൽ ശിലയുണ്ട്. ശിലയാണ് നീച്ചെ ഇതിൻ്റെ താഴെ ഒരു ശിലയുണ്ടെന്നാണ് പറഞ്ഞത്. ആ ശിലയിൽ അഭിഷേകം ये है सती का किरीट, ये मकुट का अंश है, एक कपाल का अंश है. वो अमावस्या के दिन दर्शन. ഇവിടെ ഈ അമാവാസി ദിവസങ്ങളിൽ മാത്രമേ ശരിക്കുള്ള ഈ ഒരു ശിലയും ഈ സതീ ദേവിയുടെ ശരീരഭാഗത്തിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ദർശനം അമാവാസി ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്ഷേത്രത്തിൽ നമ്മൾ ആ താരാപീഠത്തിൽ കണ്ട വാംദേവ് എന്ന് പറയുന്ന സിദ്ധപുരുഷൻ്റെ ഒരു ചിത്രം നമുക്ക് ഇവിടെയും കാണാൻ ഒരു കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനകത്ത് നമുക്ക് ഇവിടെ താരാദേവിയുടെ ഒരു ചെറിയൊരു ഫോട്ടോ കാണാം. അതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെയും ശാരദാദേവിയുടെയൊക്കെ ഫോട്ടോ കാണാം. ഇവിടെ ഒരു പാതുകവും കാണാം. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഈ നമ്മൾ രണ്ടാമത് കണ്ട ഈ ക്ഷേത്രത്തിൻ്റെ സമ്പർത്ത് ഭൈരവൻ. ഇതിവിടെ മഹാകാല ഭൈരവൻ്റെ ഒരു വിഗ്രഹം കാണാം. അതുപോലെ തന്നെ 1 2 3 4 छोटा छोटा शिवलिंग है ना ये? छोटा सब शिव मंदिर पर थे. प्राचीन शिव मंदिर. यहाँ पर 107 शिव मंदिर थी. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ 107 ശിവമന്ദിരങ്ങൾ വേറെ ഉണ്ടായിരുന്ന ആ ഓരോ ശിവക്ഷേത്രങ്ങളിൽ ഇരുന്ന ശിവലിംഗങ്ങളാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിനകത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ആ പുറകിൽ നമ്മളിതുവരെ ആ പഴയ ക്ഷേത്രങ്ങൾ തകർന്ന രീതിയിലുള്ള ക്ഷേത്രങ്ങൾ നമ്മളിതുവരെ കണ്ടിട്ടില്ല. അങ്ങോട്ട് പോയിട്ട് ആ കാഴ്ചകൾ നമുക്ക് കാണണം. വളരെ വലിയ ഒരു ആൽമരം കാണാം, വളരെ വലിയൊരു ആൽമരം. ഈ ആൽമരത്തിൻ്റെ നേരെ മുന്നിലായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ശിവൻ്റെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. കണ്ടോ, ആൽമരത്തിൻ്റെ താഴെയായിട്ട് ആൽമരത്തിൻ്റെ വേരിൻ്റെ ഒക്കെ ഇടയ്ക്കായിട്ട് ഇവിടെ ഈ രീതിയിലുള്ളൊരു ഒരു ശിവക്ഷേത്രമാണ് കാണുന്നത്. ഇവിടെ ശിവലിംഗത്തിലോട്ട് ഇങ്ങനെ അഭിഷേകം ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ധാര ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ പുറകിലായിട്ട് മഹാകാലിൻ്റെ ഒരു വിഗ്രഹം കാണാം, ഒരു ചിത്രം കാണാം. അപ്പം ഇവിടെ മഹാകാൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പുക വലിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു പടമാണ് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പടം കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കിനി ഈ ചുറ്റുവട്ടത്തുള്ള ഇങ്ങനെ അനേകം ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ആ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാം. ഇതുപോലെ ഇപ്പോൾ ഈ വർഗീയ ലഹളയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മുർഷിദാബാദിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ സ്ഥലം. അപ്പം
തീർച്ചയായിട്ടും മുഗളാക്രമണം നേരിടാൻ സാധ്യതയുള്ള സ്ഥലം തന്നെയാണ്. ആ രീതിയിൽ തകർന്നതായിരിക്കാം. ഈ നമ്മളെ മെയിൻ ക്ഷേത്രവും ആ രീതിയിൽ തകർക്കപ്പെട്ട ക്ഷേത്രമായിരുന്നു. അത് വീണ്ടും പുനരുദ്ധരിച്ചതാണ്. അപ്പോൾ ഇവിടെ പഴയ ക്ഷേത്രത്തിൻ്റെ പഴയ സ്ട്രക്ചറുകളാണ് നമുക്ക് ഈ നിലയിൽ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇതും ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ പണ്ട് ഇതൊരു ക്ഷേത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിങ്ങനെ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച രീതിയിലാണ് കാണുന്നത്. ഇതിപ്പം അടച്ചിട്ടിരിക്കുകയാണ്. അകത്തോട്ട് എന്തോ പണിക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെയാണ് അകത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് പഴയ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ. മുമ്പേ നമ്മൾ കണ്ട ആ ആൽമരം കണ്ടു, എന്തേറെ വലുപ്പത്തിലുള്ള, ഭയങ്കര വലുപ്പത്തിലുള്ള ഒരു ആൽമരമാണ്, പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽമരം. ഇതുകൊണ്ട് ആ ആൽമരത്തിൻ്റെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അവിടെ ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ആ ആലിൻ്റെ വേര് ഇറങ്ങിയിരിക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. കണ്ടോ, ആദ്യം ആലായിരുന്നോ ഉണ്ടായിരുന്നത് അതോ ക്ഷേത്രമാണോ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കണ്ടോ, ഈ ആലിൻ്റെ ഉള്ളിലായിട്ടാണ് ക്ഷേത്രം കാണാൻ സാധിക്കുന്നത്. ആൽമരത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ക്ഷേത്രം നിൽക്കുന്നത്. കണ്ടോ, കുറച്ചും കൂടി അടുത്ത് പോയിട്ട് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇവിടെ ഈ മരത്തിൻ്റെ ഇതിൻ്റെ വേരിൻ്റെ ഉള്ളിലാണ് ഇഷ്ടികയും ഇതും ഇരിക്കുന്നത്. അങ്ങനെ അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അതുപോലെ ഇവിടെ വേറെ ഇവിടെ പൂജകളൊക്കെ നടക്കുന്ന ഒരു സംഗതിയാണ്. ഇത് നമ്മൾ മുമ്പേ ചോദിച്ചില്ല, ഇതെന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഇവിടെ ഇതുപോലെ ഒരു സംഗതി കാണാം. ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് വളരെ അത്ഭുതകരമായിട്ടുള്ള പല കഥകളും കേൾക്കുന്നുണ്ട്. ഇവിടുത്തെ പണ്ട് ബംഗാളിലെ നവാബായിരുന്ന മിർ ജാഫർ എന്ന് പറയുന്ന ഒരു നവാബ്, അദ്ദേഹത്തിന് ഈ കുഷ്ഠരോഗം ബാധിച്ച് അദ്ദേഹം മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തോന്നലുണ്ടായി, ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. ഈ കിരീടേശ്വരി ക്ഷേത്രത്തിലെ അഭിഷേക ജലം, ദേവീ അഭിഷേകം ചെയ്യുന്ന ജലം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് തളിക്കണം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ഇവിടെ അഭിഷേകം ചെയ്ത ജലം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് തെളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് രോഗവിമുക്തി ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആദരസൂചകമായിട്ട് അദ്ദേഹം പണി കഴിപ്പിച്ചതാണ് ഈ കാണുന്ന കാളിസാഗർ എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് കാണുന്ന നദിയല്ല, ഇതൊരു കുളമാണ്. ഇവിടെ നമുക്ക് ഈ കിരീടേശ്വരി ക്ഷേത്രം 2 ശ്രീകോവിലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന് നമ്മൾ ഈ കാണുന്നതാണ് 300 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് 35 വർഷം പഴക്കേ ഉള്ളെന്നാണ് ഈ 300 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞ് ഇതിനകത്തിരുന്ന് പൂജാരി പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് മനസ്സിലാകാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ക്ഷേത്രത്തിനുള്ളിലുമൊക്കെ ബൗദ്ധ ഇസ്ലാമിക സംസ്കാരങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിശ്രിതമാണിതെന്ന് പറഞ്ഞാൽ അതെനിക്ക് അത്രയ്ക്കും കൂടി വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് ഈ കാണുന്നതാണ് ഭൈരവ ക്ഷേത്രം, ശക്തിപീഠങ്ങളെല്ലാം കാണുന്ന ഭൈരവ ക്ഷേത്രം. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ ശ്രീകോവിലുകൾ കാണാം. ഇതൊന്നും ഇപ്പം തുറക്കുന്നതോ പൂജ നടക്കുന്നതോ ഒന്നുമല്ല. ഈ കാണുന്ന ഈ ക്ഷേത്രം ആണ്, ഇവിടെയാണ് ഈ ക്ഷേത്രം. ഇപ്പം ഈ കാണുന്ന ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥലത്താണ് ശരിക്കും ഒറിജിനലായിട്ട് ഇവിടുത്തെ ശക്തിപീഠം ഇവിടെ ആയിരുന്നെന്നാണ് പറയുന്നത്. അതും ആ ഒരു പൂജാരി പറഞ്ഞു തന്നതാണ്. അപ്പം ഇവിടെ ഇത് നശിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേനും ആണ് ആ ശക്തിപീഠം അങ്ങോട്ട് മാറിയത്. അപ്പോൾ ഇത് രണ്ടാമത് ഇപ്പം പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടാണ്. ഇവിടെ കുട്ടികൾ കളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മണ്ഡപമാണ്. ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള പിള്ളേരൊക്കെ വന്ന് ഇവിടെ കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം കുഞ്ഞു പിള്ളേരാണ് എല്ലാവരും. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ക്ഷേത്രം കാണാം. അതുപോലെ കുറച്ച് മുന്നിലായിട്ട് വേറെ ഒരു ക്ഷേത്രവും കാണാം. അപ്പോൾ ഇവിടെ പല ക്ഷേത്രങ്ങളിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന പല ക്ഷേത്രങ്ങളിലും ഇവിടെ ചെറിയ ക്ഷേത്രങ്ങളിലൊന്നും പൂജയൊന്നും ഇപ്പം നടക്കുന്നില്ല. എല്ലായിടത്തും ശിവലിംഗം തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രധാന ശക്തിപീഠ ക്ഷേത്രത്തിലൊഴികെ ബാക്കിയുള്ളിടത്തെല്ലാം ശിവലിംഗം തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇത് അവിടുത്തെ ആ ഒരു പൂജാരി നമ്മളോട് പറഞ്ഞു തന്നത്, ഇത് ഈ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പല ക്ഷേത്രങ്ങളും തകർന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ ആ തകർന്ന ക്ഷേത്രങ്ങളിലെ ശിവലിംഗങ്ങളായിരിക്കാം പിന്നീട് എടുത്ത് ഈ ചെറിയ ശ്രീകോവിലുകളിൽ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കും കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്താണുള്ള ഈ ക്ഷേത്രത്തിൻ്റെ
കിഴക്ക് ഭാഗത്തായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ സൂര്യൻ അങ്ങേ സൈഡിൽ ഞാനിപ്പോൾ ഇങ്ങനെ ദിശ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് സൂര്യൻ അങ്ങേ ഭാഗത്ത് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതായത് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദർശനം അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ശക്തിപീഠത്തിൻ്റെ ദർശനം പടിഞ്ഞാറ് വശത്തോടാണ് ദർശനം. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്താണ്, ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്താണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇവിടെ ഈ ചെറിയൊരു ക്ഷേത്രത്തിനകത്ത് നമുക്ക് ഒരു ശിവലിംഗം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇത് തുറന്ന് കിടക്കുന്നതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ പൂജകളൊക്കെ നടക്കുന്നത് തന്നെയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഈ ക്ഷേത്രത്തിന്, ശക്തിപീഠ ക്ഷേത്രത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പ്രദക്ഷിണം വെച്ച് നമ്മൾ വീണ്ടും ഇതുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ ഈ പുറകുവശത്തായിട്ട്, ഏകദേശം പുറകുവശത്തായിട്ട് വരുമ്പോഴത്തേനും ഇവിടെയും ഒരു ശിവലിംഗമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതുപോലെ വേറെ ഒരു വലുപ്പത്തിൽ വേറെ ഒരു ചെറിയ ക്ഷേത്രവും കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രത്തിന് മുൻവശത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴിയാണ് ക്ഷേത്രത്തിലേക്ക് വരുന്ന പ്രധാന വഴി. ഇതാണ്, ഇവിടെയാണ് രാവിലെ നമ്മൾ ഇതുവഴിയാണ് കടന്നു വന്നത്. നമ്മൾ താമസിക്കുന്നത് അവിടെയായിട്ടാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഒന്നും കൂടെ മനസ്സിലാകാൻ, നമ്മൾ ക്ഷേത്രത്തിൽ ഇവിടെ ഇങ്ങനെ പൂജാസാധനങ്ങളൊക്കെ കൊടുക്കുന്ന കടകളാണ്. ഇവിടെ ഇങ്ങനെ ദേവിക്ക് അർപ്പിക്കാനായിട്ടുള്ള പൂജാസാധനങ്ങളൊക്കെ കൊടുക്കുന്ന കടകളാണ്. ആ പുറകിൽ കാണുന്ന ആ ഏറ്റവും കൂടുതൽ ഇവിടെ ഏറ്റവും പൊക്കത്തിലുള്ള ആ ക്ഷേത്രമാണ്. അവിടെയായിരുന്നു നേരത്തെ ഒറിജിനലായിട്ട് ശക്തിപീഠം അവിടെയായിരുന്നു. അതിപ്പം അവിടുന്ന് ആ ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അത് അവിടുന്ന് മാറ്റി ഇപ്പോൾ ഈ ക്ഷേത്രത്തിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിനിപ്പം 300 വർഷത്തോളം പഴക്കമുള്ള ആ സ്ട്രക്ചറാണ് നമ്മൾ ഈ നേരെ മുന്നിൽ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ 1000ഓളം വർഷം പഴക്കമുള്ളതായിരുന്നു. അത് പല പ്രാവശ്യം തറക്കപ്പെട്ട് കഴിഞ്ഞിട്ട് വീണ്ടും പുനരുദ്ധരിക്കപ്പെട്ട് ഇപ്പോൾ ഈ കാണുന്ന ഈ സ്ട്രക്ചർ 300 വർഷത്തോളം പഴക്കമുള്ളതാണ്. അപ്പോൾ ഇതിനുള്ളിലാണ് ശക്തിപീഠം. യഥാർത്ഥത്തിൽ ശക്തിപീഠം ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടെ ദേവിയുടെ കിരീടം വീണമെന്നായിരുന്നു നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ പറയുന്നത് ദേവിയുടെ സ്കള്ള്, അതായത് തലയോട്ടിയുടെ ഭാഗം പതിച്ച സ്ഥലമാണ് ഇതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണേലും വളരെ പ്രാധാന്യമുള്ള സതീദേവിയുടെ ശരീരഭാഗം പതിച്ച ഒരു ശക്തിപീഠമാണിത്. ഇതിനുള്ളിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിപ്പം പടിഞ്ഞാറ് വശത്തോട്ടാണ് ദർശനം. ഇത് പടിഞ്ഞാറ് വശത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഇതുവഴി നേരെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു ക്ഷേത്രം കാണാം. ഈ ക്ഷേത്രത്തിൻ്റെയും കാഴ്ചകൾ മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇതാണ് മുമ്പേ നമ്മൾ പറഞ്ഞത്. ഇത് നമ്മൾ മുമ്പേ കണ്ടത് 300 വർഷത്തോളം പഴക്കമുള്ളതും ഇത് 35 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇവിടുത്തെയും നമ്മളകത്ത് കയറി ഈ പൂജാരി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നതാണ്. ഈ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് മാറി ഇവിടെ വേറെ ഒരു ദുർഗാദേവി ക്ഷേത്രം ഉണ്ടെന്നാണ് നമ്മൾ ആ പൂജാരി നമുക്ക് കാണിച്ചു തന്നത്. ആ ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് ആണ് ഈ നമ്മൾ മുമ്പ് കണ്ട കാളിസാഗർ എന്ന് പറയുന്ന തടാകമാണ്. തടാകത്തിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങോട്ട്. കണ്ട് ഇത് വളരെ ചെറിയൊരു ഗ്രാമമാണ്. ഗ്രാമത്തിൻ്റെ എല്ലാ ഭംഗിയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മളിവിടെ ഒരു ദുർഗാദേവി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ ഒരു പട്ടി ഇവിടെ നമ്മളെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കാളിസാഗറിലേക്ക് ആ കാണുന്നതാണ് നമ്മുടെ ക്ഷേത്രം, ശക്തിപീഠ ക്ഷേത്രം. നമ്മളിവിടെ അടുത്ത് ഒരു ചെറിയൊരു ദുർഗാദേവിയുടെ ചെറിയൊരു ക്ഷേത്രം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ഇത്രയും ഇതുപോലെ ഒരു ഗ്രാമപ്രദേശത്ത് നമ്മൾ വന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഗ്രാമത്തിൻ്റെ എല്ലാ ഭംഗിയും നമുക്ക് കാണാം. എന്നാലും സന്ധ്യ മയങ്ങി വരികയാണ്. നമുക്ക് ഇവിടെ നിന്ന് ക്ഷേത്രം കാണാനായിട്ട് സാധിക്കും. ദൂരെയായിട്ട് കാണുന്നതാണ് ക്ഷേത്രം. പൂജയോ ഒന്നുമില്ലാത്ത ക്ഷേത്രമാണ്. നമ്മൾ ചെരുപ്പ് ഒന്നും ഇടാതെയാണ് പോകുന്നത്. ക്ഷേത്രത്തോട്ട് പോരുന്നതുകൊണ്ട് ചെരുപ്പ് ഒന്നും ഇടാതെയാണ് പോകുന്നത്. ഇവിടെ മുമ്പേ ഒരു മുള്ള് എൻ്റെ കാലേ കൊണ്ടതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇവിടുത്തെ അതിപുരാതനമായ ദുർഗാദേവി ക്ഷേത്രം ഒരു ദേവീക്ഷേത്രമാണ്. ഇവിടെ ഇപ്പോൾ പൂജകളോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും ഇതാണ് ഇപ്പോഴത്തെ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ. ഇതാണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്രമാണ്. ദുർഗാദേവിയുടെ ക്ഷേത്രം എന്നാണ് നമ്മൾ മുമ്പ് കണ്ട ഇവിടുത്തെ ആ പൂജാരി പറഞ്ഞത്. അപ്പോൾ ഇതാണ് ക്ഷേത്രം. ഇതാണ് ശക്തിപീഠ ക്ഷേത്രത്തിനോട് ചേർന്ന് ഇങ്ങനെ ജീർണിച്ച അവസ്ഥയിൽ കാണുന്ന ഒരു ക്ഷേത്രമാണ്. ഇതൊരു ദുർഗാദേവി ക്ഷേത്രമാണെന്നാണ് അവിടുത്തെ ആ പൂജാരി നമുക്ക് പറഞ്ഞു തന്നത്. ഇതിൻ്റെ മുന്നിലോട്ട് ഇതും പടിഞ്ഞാറ് വശത്തോട്ടായിരുന്നു ദർശനമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിങ്ങനെ ക്ഷേത്രത്തിലോട്ട് കയറുന്ന ഒരു കവാടമാണ്, ഇഷ്ടിക കൊണ്ടുള്ള ഒരു കവാടമാണ്. അപ്പം
നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ടകത്തേക്ക് നമുക്ക് കയറുമ്പോൾ ഇതൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നേരത്തെ എന്തൊക്കെയോ സ്ട്രക്ചറുകൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടെയും ഇങ്ങനെ മരങ്ങൾ, ആൽമരം ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് പിടിച്ച് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പുറകുവശത്തൊക്കെ ശകലം കൂടെ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഇവിടെയും ചെറുതായിട്ടൊരു തടാകം കാണാം. ഇത് മുമ്പ് നമ്മൾ കണ്ട ആ കളി ഈ സാഗർ എന്ന് പറയുന്ന തടാകമല്ല, വേറെ ഒരു ചെറിയൊരു തടാകമാണ്. നമുക്ക് ഈ ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊന്ന് കയറി നോക്കാം. തീരെ ലൈറ്റ് കുറവാണ്, എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ ഏതോ ചില സമയങ്ങളിലൊക്കെ ഇവിടെ പൂജകളൊക്കെ നടക്കുന്നത് തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ നിലവിൽ എന്താണെങ്കിലും ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ വിഗ്രഹങ്ങളൊന്നും കാണാനായിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ ഭയങ്കര ഇരുട്ടാണ്, ഒന്നും കാണത്തില്ല. ഇവിടെ വേറെ വിഗ്രഹങ്ങളോ ഒന്നും തന്നെ ഇല്ല. ദേവിയുടെ വിഗ്രഹങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഇങ്ങനെ ഇതുപോലെ ചെറിയ കുറേ കലശം കാണാം. ഇവിടെ ഈ രീതിയിൽ ഒരു അടയാളം കാണാം. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഈ ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലോട്ട് വന്നിരിക്കുകയാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ടും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ ആരതിയുണ്ട്. ആരതി കഴിഞ്ഞ് 7 മണിയാകുമ്പോഴേ ക്ഷേത്രം അടയ്ക്കുമെന്നാണ് പറഞ്ഞത്. ആരതി കഴിഞ്ഞ് അന്നേരം തന്നെ ക്ഷേത്രം അടയ്ക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വേറെ ഹോട്ടലോ സംവിധാനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു ദിവസം നിൽക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ റൂം ശരിയാക്കി തന്ന ആ ചേട്ടൻ തന്നെ നമുക്കിവിടെ ഭക്ഷണത്തിനുള്ള സംവിധാനവും റെഡിയാക്കി തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ഇങ്ങനൊരു യാത്രയിൽ ഇങ്ങനെ ഒരു ഹോംലി ഫുഡെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നല്ല സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം ഇവിടെ കിരീടേശ്വരിയുടെ സന്നിധിയിൽ കിട്ടിയിരിക്കുകയാണ്. ഇതിവിടുത്തെ ബംഗാളി പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് പോസ്തോ എന്ന് പറയുന്ന ഐറ്റം. ഇത് നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള തന്നെ ഈ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ്. ഇതിവിടുത്തെ അച്ചാർ പോലെയുള്ള എന്തോ ഒരു സംഭവമാണ്. അപ്പം നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി പെട്ടെന്ന് ദർശനത്തിന് പോകേണ്ടതാണ്. നമ്മൾ ഇന്നലെ ഈ കിരീടേശ്വരി ക്ഷേത്രത്തിൻ്റെ ഇവിടുത്തെ 2 ക്ഷേത്രങ്ങളിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ ഇവിടെ അടുത്തായിട്ട് വേറെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കിരീടേശ്വരി ദേവിയുടെ കിരീടം, അതായത് ദേവിയുടെ കിരീടം പതിച്ച ആ കിരീടം അവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്. അവിടെ ഗുപ്ത മഠം എന്ന് പറഞ്ഞൊരു മഠമാണ്. ഇവിടുന്ന് കുറച്ചൊരു 400 മീറ്റർ ദൂരെയായിട്ടാണ്. ഇതാണ് ഈ കാണുന്നതാണ് കിരീടേശ്വരി ക്ഷേത്രം. നമ്മളെ ക്ഷേത്രത്തിന് മുന്നേ കിടക്കുന്ന വഴിയെ കുറച്ച് ഇങ്ങോട്ട് വരുമ്പം വലതുവശത്തോട്ട് ഇതുപോലെ ഒരു വഴിയുണ്ട്. ഈ വലതുവശത്തെ ഈ വഴിയെ കയറി വരുമ്പോൾ ഇങ്ങനെ ചെറിയൊരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ള വീടുകളും റോഡുകളും ഒക്കെയാണ് കാണുന്നത്. ഇവിടെയൊക്കെ കാണുന്ന വീടുകൾ നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പം വഴിയിൽ ഓട്ടോയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതിനെ കഴിഞ്ഞൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള വീടുകളാണ് കാണുന്നത്. ഗ്രാമപ്രദേശമാണെന്നാലും വീടുകളൊക്കെ കോൺക്രീറ്റ് കൊണ്ട് ഉള്ള വീടുകളും അതുപോലെ വാർത്തിട്ടുള്ള വീടുകളൊക്കെ കാണാം. ചില നമ്മളിങ്ങോട്ട് വന്ന സ്ഥലങ്ങളിലൊക്കെ തീരെ ചെറിയ വീടുകളായിരുന്നു കണ്ടത്. അപ്പോൾ ഇത് ശകലം കൂടെ ഒരു ഡെവലപ്ഡായിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നി കിരീടേശ്വരി എന്ന് പറയുന്ന ഈ ഗ്രാമം. നമ്മളിങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഇതുപോലെ വലതുവശത്തോട്ടൊരു വഴിയുണ്ട്. വലതുവശത്തോട്ടുള്ള വഴിയെ വരുമ്പം ഇവിടെ ഇങ്ങനെ കൃഷി, പശു വളർത്തലും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന വരുമാനം. ഇവിടെ ഒക്കെ ഇങ്ങനെ ചാണകവരളി ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അവിടുന്ന് മുമ്പേ കണ്ട ക്ഷേത്രത്തിൻ്റെ പ്രധാന കിരീടേശ്വരി ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് 400 മീറ്റർ ഇല്ല, ഒരു 200-250 മീറ്റർ ദൂരമേ കാണുള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക്. നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ടാണ് കാണുന്നത്. ഈ ക്ഷേത്രം ഇപ്പോഴ് അടച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇന്നലെ വൈകുന്നേരം നമ്മൾ വന്നപ്പോൾ ഈ ക്ഷേത്രം ഇവിടെ തുറന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പം അടച്ചിട്ടിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. ഗേറ്റ് അടച്ച പോലാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് ദേവിയുടെ കിരീടം സൂക്ഷിക്കുന്ന സ്ഥലം. ഇതാണ്. നമുക്കിവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം വിശദമായിട്ട് കാര്യങ്ങൾ. നമ്മൾ ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേനും ഒരു ചേച്ചി ഇത് ഗേറ്റ് തുറന്ന് അകത്ത് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഗേറ്റ് തുറന്ന് ഇവിടെ കിരീടേശ്വരി മാതാ ഗുപ്ത മന്ദിരം എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇത് ക്ഷേത്രത്തിലോട്ട് കയറുന്നതിന് മുമ്പ് ഇതിനെ ചുറ്റും ഇവിടെ ഉള്ള ചെറിയ ചെറിയ 1-2 ശ്രീകോവിലുകളുണ്ട്. ഇവിടുത്തെ എല്ലാം ശിവലിംഗമാണ് കാണുന്നത്. ഇവിടെ ശിവൻ്റെ ഒരു ഫോട്ടോയും നമുക്ക് മുകളിൽ കാണാം. ഇവിടെ ഒരു ശിവലിംഗമാണ് കാണുന്നത്. അതുപോലെ ഇവിടെയും ഇതൊരു ശിവലിംഗം തന്നെയാണ്. ഈ കാണുന്നതാണ് ക്ഷേത്രം. ഇത് കിരീടേശ്വരി ഗുപ്ത മന്ദിരം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇവിടെ ഇപ്പം നമ്മൾ 3 സ്ഥലങ്ങൾ കിരീടേശ്വരി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് 3 ക്ഷേത്രങ്ങൾ നമ്മൾ ഇവിടെ തന്നെ കണ്ടു. ഇത് ഗുപ്ത മന്ദിരം എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിതിനകത്ത് ഉള്ളിലായിട്ട് കയറി ശ്രീകോവിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് കാഴ്ചകളൊന്ന് കാണാം. ഇവിടെയും ഒരു ശിവലിംഗമാണ് കാണുന്നത്. അതുപോലെ ഇവിടെ നേരെ ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലായിട്ട് ഇവിടെ ഒരു ശിവലിംഗം കാണാം. അതുപോലെ തന്നെ ഇവിടെയും ഒരു ബലിപീഠം കാണാം. ഈ ബലിപീഠം നമുക്കിവിടെയൊക്കെ ഇവിടുത്തെ ക്ഷേത്രങ്ങളിലെല്ലാം ഈ ബംഗാളിലും നമ്മൾ നേപ്പാളിലും ഒക്കെ കണ്ടായിരുന്നു. എല്ലായിടത്തും ഈ ബലിപീഠങ്ങൾ കാണും. ഇവിടെ മൃഗബലി നടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതാണ് കിരീടേശ്വര ദേവിയുടെ ഗുപ്ത മന്ദിരം. ഇതാണ് ശ്രീകോവിൽ അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഇവിടെ ശ്രീകോവിൽ തുറന്ന് ഇരിക്കുകയായിരുന്നു. 51 ശക്തിപീഠങ്ങളിലെ ദേവിയുടെ കിരീടം പതിച്ച ഈ കിരീടേശ്വരി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഈ കിരീടേശ്വരം എന്നാണ് ഈ ഗ്രാമം അറിയപ്പെടുന്നത്. ഈ ഗ്രാമത്തിൽ തന്നെ ഇപ്പോൾ 3 ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടു. നമ്മൾ നേരത്തെ നമ്മൾ ഇന്നലെ കണ്ട ആ 2 സ്ഥലങ്ങളിൽ അവിടെ 2 ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കിരീടേശ്വരിയുടെ ഗുപ്ത മന്ദിരം എന്ന് പറയുന്നൊരു മന്ദിരം. അതായത് ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ ദേവിയുടെ പതിച്ച കിരീടം ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ അത് നേരത്തെ ചിലപ്പോൾ അവിടെ ആയിരുന്നായിരിക്കാം, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതായിരിക്കാം. അവിടെ ആയിരിക്കും ആദ്യ കാലങ്ങളിൽ ആരാധന നടന്നത്. അതിനുശേഷം എന്തെങ്കിലും കാരണത്താൽ അതിങ്ങോട്ട് മാറ്റിയതായിരിക്കാം. അപ്പോൾ അങ്ങനെ 3 സ്ഥലങ്ങൾ ഒരേ പ്രാധാന്യത്തോടുകൂടി നമുക്ക് ഈ കിരീടേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് ദേവിയുടെ കിരീടം പതിച്ച സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ പാടങ്ങളും കൃഷി സ്ഥലങ്ങളും ഒക്കെയാണ് കാണുന്നത്. അങ്ങനെ 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മുടെ 16ാമത്തെ ശക്തിപീഠമായ കിരീടേശ്വരി ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെയും അതായത് ദേവിയുടെ കിരീടം പതിച്ച സ്ഥലത്തിൻ്റെയും ശക്തിപീഠത്തിൻ്റെയും കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് നന്ദികേശ്വരി എന്ന് പറയുന്ന നമ്മുടെ 17ാമത്തെ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 10-60 കിലോമീറ്റർ ദൂരമാണുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, മുന്നോട്ടുള്ള വീഡിയോകളും കാണുക, ചാനൽ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നമസ്കാരം.